നമ്മുടേതായ ഈ അവസ്ഥയിൽ സങ്കടമുണ്ട്. പക്ഷേ ശരീഅത്തിന്റെ പേരിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമാണ് വരി നിൽക്കേണ്ടി വന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ രാജ്യത്തിലെ മുസ്ലിങ്ങൾ മാത്രമാണ് വരി നിൽക്കേണ്ടി വന്നത്. പക്ഷേ കറൻസിയിൽ കയറി പിടിച്ചപ്പോ മുസ്ലിങ്ങളുടെ ഈ ദുരവസ്ഥക്ക് മുമ്പിൽ നിസ്സഹായമായി നോക്കി നിന്ന മുഴുവൻ സംഘികളും, അകത്ത് കാക്കി ട്രൗസറും കുറുവടിയും സൂക്ഷിച്ച മുഴുവൻ മനുഷ്യരും ATM-ന്റെ മുമ്പിൽ ക്യൂ നിൽക്കുമ്പോ ഈ ദുരന്തത്തിൽ ഉള്ളിൽ നമുക്ക് അപ്രഖ്യാപിതമായ ഒരു സന്തോഷമുണ്ട്. അനുഭവിക്കട്ടെ എന്ന സന്തോഷമാണ്. സോഷ്യൽ മീഡിയയിലെ കുട്ടികളൊക്കെ എത്ര വലിയ പ്രാർത്ഥനയിലാണ്. ജപ്പാനിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞപ്പോ ആളുകളൊക്കെ കൊതിച്ചുപോയി. ഏതാ ജപ്പാൻ? 8ാം ക്ലാസ്സിലെ ജോഗ്രഫി ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തപ്പോ ഒരു ദിവസം 3 വീതം എന്ന മട്ടില് ഭൂകമ്പം നടക്കുന്ന നാടാണ് ജപ്പാൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴോ നമ്മളത് ഓർത്തുപോയി. മോഡി ജപ്പാനിലാണ് എന്നറിഞ്ഞപ്പോ ജപ്പാനിൽ നിന്ന് ഒരു ഭൂകമ്പത്തിന്റെ സന്തോഷ വാർത്തക്ക് വേണ്ടി നമ്മുടെ ആളുകൾ കാത്തിരുന്നു. പക്ഷേ മോഡി തിരിച്ചു വരുന്നത് വരെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റിയില്ല. സിംഹക്കൂടിന്റെ മുമ്പിൽ ഗർജിച്ചു നിൽക്കുന്ന സിംഹത്തിന്റെ മുമ്പിൽ മോഡി അങ്ങനെ മോഡിയോടെ നിൽക്കുകയാണ്. കുട്ടികൾ ആഗ്രഹിച്ചുപോയി, ഈ സിംഹക്കൂടിനകത്ത് ഗർജിക്കുന്ന സിംഹത്തിന്റെ കൂടിനകത്ത് ഈ ഇരുമ്പ് വേലിയില്ലായിരുന്നുവെങ്കിൽ ഒരു രാജ്യം രക്ഷപ്പെടുമായിരുന്നു എന്ന് നവമാധ്യമങ്ങളിലെ കുട്ടികൾ കമന്റ് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞേ? ദേശ് കേ ലിയേ എന്നാ പറയുന്നത്. എന്റെ അമ്മയെ കണ്ടില്ലേ? 90 വയസ്സുള്ള സ്വന്തം അമ്മയെ വരി നിർത്തി. എന്റെ അമ്മയെ കണ്ടില്ലേ? പിന്നെ വേറെന്താ പറഞ്ഞത്? എന്റെ ഭാര്യ, ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചത്, എന്റെ കുടുംബത്തെ ഞാൻ ഉപേക്ഷിച്ചത് രാജ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുകയാണ് മോഡി. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ സൈന്യത്തോടാണ്. ഇവിടെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, ഈ വിഷയം നമ്മുടെ മനസ്സിൽ വേണം. ധനകാര്യമന്ത്രിയോട് ചോദിക്കാതെ, ധനകാര്യ സെക്രട്ടറിയോട് ചോദിക്കാതെ, RBIയുടെ ഏതാനും ബ്യൂറോക്രാറ്റുകളോട് മാത്രം ചോദിച്ച് മോദി നടത്തിയ ഈ തോന്നിവാസമുണ്ടല്ലോ, ആ തോന്നിവാസത്തിന് അദ്ദേഹം അനുമതി ചോദിച്ചത് രാജ്യത്തിന്റെ സൈന്യത്തോടാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി സൈന്യത്തോട് അനുമതി ചോദിക്കുക. ആർ യു റെഡി? ആർ യു പ്രിപ്പയർഡ്? ഗെറ്റ് റെഡി എന്ന് രാജ്യത്തിലെ വ്യോമസേനയോട്, കരസേനയോട്, നാവികസേനയോട്, സൈന്യാധിപനോട് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ പണം പിൻവലിച്ചാൽ, രാജ്യത്തിലെ ജനങ്ങൾ ഒരു സമരത്തിനിറങ്ങിയാൽ അവരുടെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ നിങ്ങളുടെ തോക്കിലുണ്ടയുണ്ടോ എന്നാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ സൈന്യത്തോട് ചോദിച്ചത്, രാജ്യത്തിലെ പട്ടാളക്കാരനോട് ചോദിച്ചത്. സ്വന്തം ജനതയെ കൊന്നുകളയാൻ നരേന്ദ്രമോദി സൈന്യത്തിന്റെ സഹായം തേടിയെന്ന ഭീകരമായ വാർത്ത ഇതിനിടയിൽ നമ്മൾ വായിക്കേണ്ടതാണ്. എന്താ ഫാസിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും അതൊക്കെ ലീഗ് സമുദായത്തെ ബേജാറാക്കി നിർത്താൻ വേണ്ടി പറയുന്ന കാര്യമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. യൂത്ത് ലീഗിന്റെ സമ്മേളനം കോഴിക്കോട്ട് സംഗമിച്ചു. ലക്ഷോപലക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകർ അറബിക്കടലിന് സമാന്തരമായി ഇരമ്പ് വിളിക്കുന്ന തിരമാലയോട് ചേർന്ന് നിന്ന് കുഞ്ഞാലി മരക്കാരുടെ പാരമ്പര്യത്തെ പുതിയ കാലത്ത് ഉയർത്തിപ്പിടിക്കാൻ, സാമൂതിരിയുടെ സാമ്രാജ്യത്തിന് കാവൽ നിൽക്കുന്ന കുഞ്ഞാലി മരക്കാരുടെ പാരമ്പര്യത്തെ പൂരിപ്പിക്കാൻ കുഞ്ഞാലിയുടെ പേരക്കുട്ടികൾ കോഴിക്കോട്ടെ കടപ്പുറത്ത് സംഗമിച്ചു. അതേ കോഴിക്കോട്ടെ കടപ്പുറത്താണ് 1992 മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഫാസിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ നടത്തിയ സമ്മേളനം. അന്ന് ആളുകൾ ചോദിച്ചു, എവിടെ ഫാസിസം? എവിടെയാണ് ഫാസിസം? ഇന്ന് ചോദിക്കുമോ അതിരക്കത്തെ നല്ല മനുഷ്യരെ, എവിടെയാണ് ഫാസിസം? ലീഗ് വിരോധികളോട് പറഞ്ഞേക്കുക. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ ഇത് പറയുമ്പോ നിങ്ങൾക്ക് ബോധ്യമല്ല. ഫാസിസം നിങ്ങളുടെ അടുക്കളയിലുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിലെ ഭക്ഷണം ഏതാണ് എന്ന് അന്വേഷിക്കാൻ ഈ രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ വരികയാണ്. എന്താ ചോറുണ്ടാക്കുന്നത്? എന്താ കറി ഉണ്ടാക്കുന്നത്? ബീഫാണോ? നിൽക്കട്ടെ, ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കാം. ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അനുമതി കിട്ടിയിട്ടല്ലാതെ നിങ്ങൾ ഈ രാജ്യത്തിലെ നിങ്ങളുടെ ഭക്ഷണം പോലും നിങ്ങൾ തയ്യാറാക്കരുത് എന്ന് രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്. വീടിന്റെ ബാക്കിലൂടെ അടുക്കളയിൽ RSS, കൊലായ്മലും RSS, സിറ്റ് ഔട്ടിലും RSS. എന്താ സിറ്റ് ഔട്ടിൽ RSS? മോളെ നിക്കാഹ് നടത്തുമ്പോ ചോദിക്കാണ്, വരട്ടെ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട മകളെ ചൊല്ലിക്കൊടുക്കാൻ ഇനി ഇന്ത്യ രാജ്യത്തിലെ നിയമം അനുവദിക്കുന്നില്ല. നമുക്കൊരു കോമൺ സിവിൽ കോഡ് വേണം. രാജ്യത്തിലെ മുസ്ലിം സമൂഹം അവരുടെ വിശ്വാസമായി കൊണ്ടു നടക്കുന്ന ശരീഅത്തിനെതിരെ നരേന്ദ്രമോദി ഒരു മാസം മുമ്പ് എന്താ പറഞ്ഞത്? എനിക്ക് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടിയുടെ കണ്ണീര് കാണുമ്പോൾ സങ്കടമാണ് എന്ന് പറഞ്ഞത്. മുസ്ലിം സമുദായത്തിലെ പെണ്ണിന്റെ കണ്ണീര് കാണുമ്പോൾ സങ്കടമാണ്. എന്താ കാര്യം? മുത്തലാഖിന്റെ പേരിൽ അവൾ വീട്ടിൽ കഷ്ടപ്പെടുകയാണ്. ഏക സിവിൽ കോഡിന്റെ കഴുത്തിന് പിടിച്ച് രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തെ, അവരുടെ വിശ്വാസത്തെ തകർക്കാൻ RSS കാലങ്ങളായി ആസൂത്രണം ചെയ്ത പദ്ധതി അവർ പുറത്തെടുക്കുകയാണ്. ആ പുറത്തെടുത്തിട്ട് അവർ പറയുന്നു, കോമൺ സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കാം, ശരീഅത്ത് വേണ്ട, നിക്കാഹ് വേണ്ട, മുത്തലാഖ് എന്നാ പറഞ്ഞത്. മുത്തലാഖിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പണ്ഡിതന്മാർ പറയേണ്ടതാണ്.
അത് മുസ്ലിം ലീഗ് വേദിയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് പണ്ഡിതന്മാര് പറയട്ടെ. പക്ഷേ ഞങ്ങൾ പറയുന്നു, മുത്തലാഖിന്റെ ഇരയിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ അതിന്റെ ചൂണ്ടലാണ് ഈ മുത്തലാഖ് എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി. ബിജെപിയുടെയും RSSന്റെയും ചരിത്രമറിയുന്ന കോമൺ സെൻസ് മാത്രമുണ്ടായാൽ ശരീഅത്തിനെ തകർക്കാനുള്ള ഗൂഢമായ ആലോചനയാണ് മുത്തലാഖിന്റെ പേരിൽ ഇവർ നടത്തുന്നത് എന്ന് നമുക്കറിയാം. മുത്തലാഖിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഞാനിതാ സങ്കടപ്പെടുകയാണ്. മോഡി പറയാണ്, ഞാൻ ചോദിക്കട്ടെ, മുത്തലാഖിന്റെ പേരിൽ മൊഴി ചൊല്ലപ്പെട്ട പെണ്ണുങ്ങളെ കണക്കെടുക്കുക, എന്നിട്ട് അവർക്ക് നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുന്നു എന്ന് സങ്കല്പിക്കുക. തലാഖ് ചൊല്ലി വിവാഹമോചനം ചെയ്യപ്പെട്ട് വീടുകളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഒരു സംഘടനയുണ്ടാക്കിയാൽ ആ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാകണം? സംശയമില്ല, നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊഴി ചൊല്ലി വീട്ടിലിരിക്കുന്ന മോഡിയുടെ കെട്ടിയോളായിരിക്കും അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ. കെട്ടിയിട്ടുണ്ടോ കെട്ടിയിട്ടില്ല എന്നറിയില്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് വെദർ യു മാരീഡ് ഓർ നോട്ട് എന്ന് ചോദിച്ചപ്പോ യെസ് ഓർ നോ എന്ന് എഴുതിയില്ല. പണ്ട് മാർക്സിസ്റ്റ്